ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഡോക്ലയാണ്. ഒരു നോർത്ത് ഇന്ത്യൻ സ്നാക്ക് ഡോക്ലയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അതും റവ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത്. ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തേക്കുന്നത്. നമുക്കൊരു ബൗളിലോട്ട് ഇതിനെ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ വീട്ടിലുള്ള സാധാ ഗ്ലാസ് ആണെങ്കിലും മതിയാവും, ഈ ഒരു കപ്പളവില്ലാത്തവർ. ഇനി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ട് ബാക്കി പാല് കൂടി ചേർത്ത് മൊത്തം 1 കപ്പാണ് ഞാനിപ്പോൾ ഒഴിച്ചത്. കാരണം അധികം പുളി ഇല്ലാത്തത് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി നമുക്കൊരു 1/4 കപ്പ് വെള്ളം ചേർക്കാം. ഇനി ഇതിലേക്ക് ഓയിൽ, ഏതെങ്കിലും ഓയിൽ ഒരു 2 ടേബിൾ സ്പൂണോളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് സോഡാപ്പൊടി, ഒരുപാടൊന്നും ചേർക്കരുത്, വളരെ കുറച്ച് മതി, അതാണ് ഒരു പിഞ്ച് ഞാൻ ചേർത്തത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. പച്ചമുളക് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. നമുക്ക് എരിവൊക്കെ അനുസരിച്ച് ഇത് ചേർക്കാം, ഇനി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കുക. ഈ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ഞാൻ 1/4 കപ്പ് വെള്ളം ചേർത്തില്ല, ആ സമയത്ത് ആ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കുന്നതാണ് കൂടുതൽ ബെറ്റർ. ഞാനിപ്പോൾ ഓർക്കാതെ ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും വെള്ളത്തിൽ തന്നെ കലക്കിയിട്ട് ചേർക്കുക, അപ്പോൾ നന്നായിട്ട് കംപ്ലീറ്റ് എല്ലായിടവും നന്നായിട്ട് മിക്സായിട്ട് കിട്ടും. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് എടുക്കാം. അപ്പം ഞാനൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് നമ്മുടെ ആ ഒരു കൂട്ടാണിത്. ഇപ്പോൾ റവയൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ടൊന്ന് തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ടിന്നിലേക്ക് ഇത് ഒഴിക്കുക. നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്ന ടിന്നിലേക്ക് ഇതിനെ ഒഴിക്കുക. നമ്മുടെ കേക്ക് ടിന്നായാലും മതി, സ്റ്റീലിൻ്റെ പാത്രം ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് 2 രീതിയിൽ ചെയ്യാം. സാധാരണ കേക്ക് ബേക്ക് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് വെള്ളം തിളപ്പിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം നമ്മുടെ ഇഡലി കുക്കറിലേക്ക് ഒഴിച്ച് വച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതേപോലൊരു സ്റ്റാൻഡ് കൂടി വെക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിനെ ഇതിലോട്ട് ഇറക്കി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളം കംപ്ലീറ്റ്ലി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടിന്ന് ഇതിനുള്ളിലേക്ക് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. തീയൊന്നും കുറച്ച് വയ്ക്കേണ്ട, നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. നിങ്ങളിത് ഇനി അഥവാ ഉപ്പിട്ടാണിത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തീ കുറച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇവിടെ 15 മിനിറ്റായി ശരിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളമൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ നമ്മൾ ഉപ്പിട്ട് തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതാകുമ്പോൾ ഇതുപോലെ ഇതിൻ്റെ മുകളിൽ വെള്ളമൊന്നും വീഴത്തില്ല. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെയാണ് സാധാരണ കേക്കാണെങ്കിലും വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഇറക്കി വെക്കും, എന്നിട്ട് നന്നായിട്ട് പെട്ടെന്ന് തണുത്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ സമയത്ത് നമുക്ക് അടുപ്പിലോട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1-2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. കടുക് ഇവിടെ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് എള്ളാണ്. ഞാനിവിടെ വെളുത്ത എള്ള് ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇത് അവോയ്ഡ് ചെയ്യുക, ഉണ്ടെങ്കിൽ തീർച്ചയായും ചേർക്കുക. കുറച്ച് വെളുത്ത എള്ള് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് 1-2 പച്ചമുളക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കറിവേപ്പില, കുറച്ച് കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഏതെങ്കിലും ഒന്ന് ചേർക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഡോക്ല നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് ഒരു നൈഫ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വിട്ടെടുക്കാം. ഇതുപോലെ ചെയ്താൽ പെട്ടെന്ന് ഇളകി കിട്ടും, അതിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സൈഡൊക്കെ ഒന്ന് ഞാൻ വിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതിനേക്കാൾ ഭംഗി തിരിച്ച് തന്നെ വെക്കുമ്പോഴാണ്. ഞാൻ തിരിച്ച് വെക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇതിപ്പോൾ നമ്മുടെ പച്ചമുളകൊക്കെ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞ് നിൽക്കുകയാണിത്. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ താളിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ശരിക്കും നോർത്ത് ഇന്ത്യക്കാർ ഇത് കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാറുണ്ട്, അതുപോലെ തന്നെ സ്നാക്കായിട്ടും അവർ ഉപയോഗിക്കാറുണ്ട്. ഇതുപോലെ കഴിക്കാൻ ടേസ്റ്റ് ഇല്ല കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു ചട്നി കൂടി ഉപയോഗിക്കണം. ഏതെങ്കിലും ഒരു ചട്നിയുടെ കൂടെയാണ് ഇത് നല്ല സ്വാദായിട്ട് നമുക്ക് തോന്നുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചട്നി, വെള്ള ചട്നി ആണെങ്കിൽ എനിക്ക് കൂടുതൽ ഇഷ്ടം വെള്ള ചട്നിയാണ്, അല്ലെങ്കിൽ റെഡ് ചട്നി, ഏതെങ്കിലും ഒന്ന് ആയിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാം. ഇതുപോലെ കഴിക്കാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല, ചട്നി ആയിട്ട് കഴിക്കുമ്പോഴാണ് സ്വാദ്. അപ്പോൾ ഏതെങ്കിലും ഒരു ചട്നിയുടെ കൂടെ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ സ്നാക്കായിട്ടും ഉപയോഗിക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അധികം പുളിയില്ലാത്ത തൈര് ചേർക്കുക എന്നതാണ്. അപ്പോൾ പുളിയുള്ള തൈരാണെങ്കിൽ അറിയാലോ, പാല് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്.